Hello students, welcome back to Bosco Campus Vision. In the previous session, we were discussing Dow theory in technical analysis. So we will continue with the topic. So in this session, we will discuss about the major trends discussed in Dow theory, that is bullish trend and bearish trend. The two major trends discussed in Dow theory are bullish trend and bearish trend. So before moving on to it, we need to know what is trends and trend reversals and what is bullish and bearish. So trends refers to the direction of movements. The share prices can rise, fall or remain the same. These are referred to as rising, falling and the flat trends. Share prices seldom moves in straight lines. The main or the long trend is interrupted by the short-term counter movements known as secondary reaction. This result in a zigzag movement. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പ്രൈമറി മൂവ്മെൻറ്റ്സും സെക്കൻഡറി റിയാക്ഷൻസും ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. സോ അത്തരത്തിലുള്ളൊരു പർട്ടിക്കുലർ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ്സിനാണ് നമ്മൾ ട്രെൻഡ് എന്ന് പറയുന്നത്. സോ ഷെയർ പ്രൈസസ് റൈസ് ചെയ്യാം, ഫോൾ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ റിമെയിൻ ചെയ്യാം. റൈസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് അപ്വേർഡ് ആയിരിക്കും. സോ അപ്പോൾ നമ്മൾ അതിനെ റൈസിങ് ട്രെൻഡ് എന്നും, ഫോൾ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഫോളിങ് ട്രെൻഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ട്രെൻഡ് എന്നും, അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഫ്ലാറ്റ് ട്രെൻഡ്സ് എന്നും പറയും. സോ അപൂർവമായിട്ട് മാത്രമേ ഷെയർ പ്രൈസസ് ഫ്ലാറ്റ് ട്രെൻഡിൽ മൂവ് ചെയ്യാറുള്ളൂ. ഒരേ രീതിയിൽ മൂവ്മെൻറ്റ് പോകുന്ന പ്രൈമറി ട്രെൻഡിനെ ഇൻറ്ററപ്റ്റ് ചെയ്ത് സെക്കൻഡറി മൂവ്മെൻറ്റ്സ് വരുമ്പോഴാണ് അവിടെ ഒരു സിക്സാക് മൂവ്മെൻറ്റ് ഫോർമേഷൻ ഫോം ചെയ്യുന്നത്. ആൻഡ് ദ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ട്രെൻഡ് ഈസ് റെഫേർഡ് ടു ആസ് ദ ട്രെൻഡ് റിവേഴ്സൽ. എ ഷെയർ ദാറ്റ് എക്സിബിറ്റ്സ് എ റൈസിംഗ് ട്രെൻഡ് മേ സ്റ്റാർട്ട് ടു മൂവ് നാരോലി ഓർ ഫോൾ ആഫ്റ്റർ സം ടൈം. ദിസ് ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് represents a trend reversal. The violation of the trend line shows the change in the direction of the trend. സോ ഒരു പർട്ടിക്കുലർ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ട്രെൻഡിനുണ്ടാകുന്ന ഒരു ഡയറക്ഷൻ ചേഞ്ചിനെയാണ് നമ്മൾ ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയുന്നത്. സോ റൈസ് ചെയ്ത് പോകുന്ന ഒരു മാർക്കറ്റ് കുറച്ച് നാൾ കഴിയുമ്പോൾ നാരോലി അല്ലെങ്കിൽ സ്ലോലി ഫോളോ ചെയ്യാൻ തുടങ്ങും. സോ അത്തരത്തിലുള്ള ഒരു ചേഞ്ച് ഓഫ് മൂവ്മെൻറ്റിനാണ് നമ്മൾ ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയുന്നത്. സോ മാക്സിമം പോകാവുന്ന അത്ര ഹൈറ്റിൽ അല്ലെങ്കിൽ റൈസ് ചെയ്യാൻ പറ്റുന്ന അത്രയും രീതിയിൽ ഒരു മാർക്കറ്റ് റൈസ് ചെയ്തതിനു ശേഷം തിരിച്ചുണ്ടാകുന്ന ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് ദ ടു ടേംസ് ബുൾ ആൻഡ് ബെയർ. വൈ ഈസ് എ സ്റ്റോക്ക് മാർക്കറ്റ് റെഫേർഡ് ടു ആസ് ബുള്ളിഷ് ഓർ ബെയറിഷ്? ദ ടേംസ് ബുൾ ആൻഡ് ബെയർ ആർ തോട്ട് ടു ഡിറൈവ് ഫ്രം ദ വേ ഇൻ വിച്ച് ഈച്ച് ആനിമൽ അറ്റാക്സ് ഇറ്റ്സ് ഒപ്പോണൻസ്. That is, the bull will thrust its horn up into the air while the bear will swipe down. സോ എന്തുകൊണ്ടാണ് ഒരു മാർക്കറ്റിനെ ബുള്ളിഷ് അല്ലെങ്കിൽ ബെയറിഷ് എന്ന് പേര് വിളിക്കാനായിട്ട് കാരണം? ഈ ബുള്ളിൻ്റെയും ബെയറിൻ്റെയും അറ്റാക്കിംഗ് രീതികൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബുൾ എപ്പോഴും അതിൻ്റെ ഒപ്പോണൻറ്റിനെ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്? അതിൻ്റെ കൊമ്പ് കൊണ്ട് കുത്തി മേലേക്കാക്കുകയാണ് ചെയ്യാറ്. അതേസമയം ബെയർ എന്ന് പറയുമ്പോൾ എപ്പോഴും അതിനെ അടിച്ച് താക്കാനാണ് ശ്രമിക്കാറ്. സോ ഈ ആനിമൽസിൻ്റെ അറ്റാക്കിംഗ് രീതിയിലും മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിലും അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സിലും ഒരേ റിസംബ്ലൻസ് ഉള്ളത് കൊണ്ടാണ് മെറ്റമോർഫിക്കലി മാർക്കറ്റ് മൂവ്മെൻറ്റ്സിനെ ഈ പേരിൽ അറിയപ്പെടുന്നത്. സോ ബുള്ളിഷ് മീൻസ് റൈസ് ഇൻ പ്രൈസസ് ആൻഡ് ദ ബെയറിഷ് മീൻസ് fall in prices. Next we have the first trend discussed in Dow theory, that is the bullish trend. During a bull market, that is upward moving market, there are three phases. The first phase, the prices would advance with the revival of confidence in the future of business. This will prompt the investors to buy the shares of the company. സോ ബുള്ളിഷ് ട്രെൻഡിലെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് പ്രൈസിൻ്റെ ഒരു അഡ്വാൻസ്മെൻ്റ് ആണ്. ബിസിനസ്സിൻ്റെ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഒരു റിവൈവൽ ഓഫ് കോൺഫിഡൻസിലാണ് ഈ പ്രൈസ് അഡ്വാൻസ് ചെയ്യുന്നത്. സോ ഈ പ്രൈസ് അഡ്വാൻസ്മെൻറ്റ് ഇൻവെസ്റ്റേഴ്സിനെ ഷെയർസ് ബൈ ചെയ്യാനായിട്ട് പ്രോംപ്റ്റ് ചെയ്യും. And in the second phase, the prices would advance due to the increase in corporate earnings. So second phase trend ഒന്നും കൂടി ഒന്ന് upward ആവും because of the increase in the corporate earnings. And in the third phase, the prices advances due to the inflation and speculation. സോ പണപ്പെരുപ്പവും അതുപോലെ തന്നെ സ്പെക്കുലേറ്റിംഗ് ആക്ടിവിറ്റീസും കൊണ്ട് തന്നെ തേർഡ് ഫേസിൽ പ്രൈസ് അഡ്വാൻസ്മെൻറ്റും ഉണ്ടാവും. സോ ചാർട്ടിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഈ മൂന്ന് ഫേസസിലും ട്രെൻഡിനുണ്ടാകുന്ന ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ്. Thus, during the bull market, the line chart would exhibit the formation of three peaks. Each peak would be followed by a bottom formed by the secondary reaction. ഓരോ ഫേസ് കഴിയുമ്പോഴും ആ ട്രെൻഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സെക്കൻഡറി റിയാക്ഷൻ ഉണ്ടാകും.
but each peak would be higher than the previous peak and each successive bottom would be higher than the previous bottom. സെക്കൻഡറി റിയാക്ഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും ബോട്ടം വാല്യൂസും ഓരോ ഫേസിലും ഇൻക്രീസ് ചെയ്യുകയാണ്. സോ അക്കോർഡിംഗ് ടു ഡൗ തിയറി ദ ഫോർമേഷൻ ഓഫ് ഹയർ ബോട്ടംസ് ആൻഡ് ഹയർ ടോപ്സ് ഇൻഡിക്കേറ്റ്സ് എ ബുള്ളിഷ് ട്രെൻഡ്. സോ നമ്മളൊരു ലൈൻ ചാർട്ടിൽ വാല്യൂസ് എക്സിബിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹയർ ബോട്ടംസും ഹയർ ടോപ്സും ആണ് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ബുള്ളിഷ് ട്രെൻഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Next we have the bearish trend. The bear market or the downward moving market is also characterized by three phases. The first phase, the price began to fall due to the abandonment of hopes. Investors began to sell shares. So bear market എന്ന് പറയുന്നത് ഒരു downward moving market ആണ്. So this indicates a fall in the price of shares. So first phase പ്രതീക്ഷകൾ സംഭവിക്കാത്തതുപോലെ അല്ലെങ്കിൽ സംഭവിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഫോൾ ഇൻ പ്രൈസ് ആണ്. സോ ഓട്ടോമാറ്റിക്കലി പ്രൈസ് ഫോളോ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഷെയർസ് സെല്ല് ചെയ്യാനായിട്ട് തീരുമാനിക്കും. ആൻഡ് ഇൻ ദ സെക്കൻഡ് ഫേസ് ദ കമ്പനി സ്റ്റാർട്ട്സ് റിപ്പോർട്ടിംഗ് ലോവർ പ്രോഫിറ്റ്സ് ആൻഡ് ലോവർ ഡിവിഡൻഡ്. ദിസ് കോസ് ഫർദർ ഫോൾ ഇൻ പ്രൈസ് ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് സെല്ലിംഗ് പ്രഷർ. സോ സെക്കൻഡ് ഫേസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ലോവർ പ്രോഫിറ്റും ലോവർ ഡിവിഡൻറ്റും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയുടെ പൊസിഷനാണ്. സോ ഷെയർസിൻ്റെ സെല്ലിങ് കൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് പ്രൈസിൽ പിന്നെയും ഒരു ഇടിവ് സംഭവിക്കാം. ആൻഡ് ഇൻ ദ തേർഡ് ഫേസ് ദ പ്രൈസ് ഫോൾ സ്റ്റിൽ ഫർദർ ഡ്യൂ ടു ദ ഡിസ്ട്രസ് സെല്ലിംഗ്. സോ ഇവിടെ നമുക്ക് ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഒരു മാർക്കറ്റ് ഡൗൺവേർഡ് ആണ് മൂവ് ചെയ്യുന്നത്. അതിനൊരു സെക്കൻഡറി റിയാക്ഷൻ ആയിട്ടാണ് ചെറിയൊരു അപ്വേർഡ് മൂവ്മെൻറ്റ്സ് ഇടയ്ക്ക് വരുന്നത്. പക്ഷേ വീണ്ടും സെക്കൻഡ് ഫേസിൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻ അനുസരിച്ച് വീണ്ടും മാർക്കറ്റ് ഡൗൺവേർഡ് പോവുകയാണ്. അതിനുശേഷം ഒരു സെക്കൻഡറി റിയാക്ഷൻ കൊണ്ട് പിന്നെയും കുറച്ചും കൂടി മുകളിലോട്ട് വരികയാണ്. പിന്നീടും ട്രെൻഡ് താഴോട്ട് തന്നെയാണ് പോകുന്നത്. സോ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. സോ എ ബെയറിഷ് മാർക്കറ്റ് വുഡ് ബി ഇൻഡിക്കേറ്റഡ് ബൈ ദ ലോവർ ടോപ്സ് ആൻഡ് ദ ലോവർ ബോട്ടംസ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രീവിയസ് ആയിട്ടുള്ള ടോപ്സിനെയും ബോട്ടംസിനെയും കാട്ടി ലോവറായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സക്സസീവ് ടോപ്സും ബോട്ടംസും. സോ ഒരു ലൈൻ ചാർട്ടിൽ നമ്മൾ വാല്യൂസ് ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ലോവർ ടോപ്സും ലോവർ ബോട്ടംസും ഇൻഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ബെയറിഷ് ട്രെൻഡായിട്ട് കണക്കാക്കാം. സോ ഈ ബുള്ളിഷ് ആണെങ്കിലും ബെയറിഷ് ആണെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് സഞ്ചരിക്കാം. അതിൻ്റെ ട്രെൻഡ് റിവേഴ്സൽസ് സംഭവിക്കാം. ഇപ്പോൾ ബെയറിഷ് ആണെങ്കിലും കുറച്ച് സ്റ്റേജസ് കഴിയുമ്പോൾ ഇത് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു വലിയ ചേഞ്ച് കാരണം ചിലപ്പോൾ ബുള്ളിഷ് ട്രെൻഡിലേക്ക് മാറാം. അതുപോലെ ബുള്ളിഷ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൈസ് പെട്ടെന്ന് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് കാരണം നേരെ ബെയറിഷ് ട്രെൻഡിലേക്കും ട്രാവൽ ചെയ്യാം. So all these trends or movements are mainly dependent upon the market situations. So these are the two main trends discussed in the Dow theory. So in this session we discussed about trend and trend reversals, bullish and bearish market, and the two trends discussed and mentioned in Dow theory. Hope all are clear with the topic. Thank you.